ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കൂടുതലും സ്കൂളിൽ പോകാനായിട്ട് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് കൂടു അറിഞ്ഞത് മാമിയെ പാടത്ത് എന്തോ ഇളകുന്നുണ്ട്, നമുക്ക് പോയി നോക്കുവാന്ന്. അപ്പം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഞാനും കുട്ടാപ്പവും കൂടും അതേപോലെ അജും ഒക്കെ കൂടി ചൂണ്ടലിട്ടിരുന്നേ. അപ്പോൾ നമുക്ക് ഇന്നലെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഇവർ എന്താ പറയുക, കുപ്പിച്ചൂണ്ടാന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ കുപ്പിച്ചൂണ്ടാന്ന്. കുപ്പീൻ്റെ മുകളിൽ കുപ്പീൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കട്സ് കെട്ടിയിട്ട് കുളത്തിട്ടിട്ട് പിന്നെ അതിൽ തീറ്റ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം അതിന്മേൽ മീൻ കൊത്തും അത്രേ. പക്ഷേ ഞാൻ പറഞ്ഞത് എന്ത് ചൂണ്ടയാണ്, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നേ. പക്ഷെ അവർ പറഞ്ഞ് നല്ല മീൻ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളതിട്ട സമയത്തൊന്നും മീൻ കിട്ടിയില്ല കേട്ടോ. ചൂണ്ടലുണ്ടല്ലോ നമ്മൾ കൊള്ളി വെച്ചിട്ടുള്ള അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടലുണ്ട്. പിന്നെ അജുനാണ് കേട്ടോ കൂടുതൽ മീനൊക്കെ കിട്ടുക, വലിയ മീനൊക്കെ. അങ്ങനെ ഇന്നലെ നമുക്ക് കുറേ മീനൊക്കെ കിട്ടി. അപ്പോൾ അത് നമ്മൾ ബക്കറ്റിലൊക്കെ ഇട്ടവിടെ വെച്ചിരുന്നത്, കുറച്ച് കൂടുതലായിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഈ കുപ്പിച്ചൂണ്ടാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഇന്നലെ ഞങ്ങൾ മീനൊക്കെ കിട്ടി. പിന്നെ ഇരുടായപ്പോൾ പിന്നെ നമ്മളവിടെ അങ്ങനെ ഇര വെച്ചിട്ട് ഇരേനെ കോർത്തിട്ടിട്ട് മണ്ണീരയില്ലേ, ഞാഞ്ഞൾ എന്നാണ് പറയട്ടെ നമ്മളതിനെ, അതിന് കോർത്തിട്ട് കോർത്തിട്ട് നമ്മൾ ഇന്നലെ അവിടെ പാടത്ത് ഇട്ടിരുന്നിട്ടാണ്. പിന്നെ അത് എടുക്കാനായിട്ട് മറന്നു. പിന്നെ മഴ വന്നപ്പോൾ ഞങ്ങൾ പോന്നു, പിന്നെ മറന്നു കിട്ടാം. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ലേ, കുളിച്ച് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണേ. അപ്പോൾ അപ്പോഴാണ് കൂടു പറഞ്ഞത്, മാമി പാടത്ത് നമ്മൾ ഇന്നലെ ഇട്ട കുപ്പിച്ചുകൊണ്ട് അതങ്ങനെ ഇളകി കളിക്കുന്നു, പോയി വെക്കാൻ. അങ്ങനെ ഞാനും ഓളും കൂടി പോയി വയ്ക്കുമ്പോൾ അതിന്മേതാ വലിയൊരു കണ്ണെന്ന് പറയും കേട്ടോ. നിങ്ങളവിടെ ഇതിന് വരാലെന്നൊക്കെയാവും പറയുക, പക്ഷെ നമ്മളവിടെ ഇതിന് കണ്ണെന്നാട്ടാ പറയുക. നമ്മൾ വരാലെന്നൊന്നും പറയില്ല, കണ്ണൻ. അപ്പോൾ ഒരു വലിയ കണ്ണായിപ്പോൾ കുടുങ്ങിയും. അപ്പം ഞാനത് ഇറങ്ങി എടുത്തിട്ട പാടാണ് ഇത്, കുളമൊന്നുമല്ല, പാടാണ്. നമ്മൾ മുട്ടിൻ്റെ അത്രയൊന്നും വെള്ളമില്ല കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടെടുത്ത് അങ്ങനെ ആ മറ്റേ കുളത്തുണ്ടല്ലോ അതിൻ്റെ വായിൽ കുടുങ്ങി കുളത്ത് ഊരാനായിട്ട് കുറേ നോക്കിയിട്ട് പക്ഷെ പറ്റണില്ല. അങ്ങനെ നമ്മൾ ആ കുളത്ത് കങ്കൂസിൻ്റെ അവിടെ വെച്ചിട്ട് കത്തിയിട്ട് കൂടിനെ കൊണ്ട് മുറിപ്പിച്ചിട്ടാണ്. അറുത്തെന്ന് പറഞ്ഞാൽ നമ്മളവിടെ അറുത്തെന്നാണ് പറയുക, മുറിപ്പിച്ച് ആ കുളത്ത് മുറിച്ചതിൻ്റെ ഇഷ്ടം നന്നാക്കുമ്പോഴാണ് അതിൻ്റെ വായന്ന് നമുക്ക് അതിൻ്റെ കുളത്ത് കിട്ടിയതും. അങ്ങനെ പിന്നെ ഞാൻ നന്നാക്കിയിട്ട് ഉപ്പിട്ടിട്ട് കഴുകുകയാണേ. ഈ തോല് ചീന്തിയാൽ പിന്നെ ഉപ്പിടണമെന്നൊന്നുമില്ല, തോല് ചീന്തിയിട്ടില്ല നന്നായിട്ട് ഉപ്പിടണം. അപ്പോൾ ചെറിയ മീൻ ഞാൻ തോല് ചീന്തിയിട്ടില്ല, അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ. എന്താ പറയുക, ഈ പാടത്തുനിന്ന് പിടിക്കുന്നതുകൊണ്ട് ചെറിയൊരു ചളിയുടെ ചുവയുള്ള പോലെ തോന്നും. അപ്പോൾ തോല് ചീന്തിയാൽ ആ ചളിച്ചോയ പോകും. പക്ഷേ ശരിക്കും ഇതിൻ്റെ തോല് ചീന്തരുതെന്നാണ് പറയുക. അമ്മയൊക്കെ നന്നാക്കുമ്പോൾ അതിന് തോല് ചീന്തൂല കേട്ടോ. പക്ഷേ എനിക്കിത് തോല് ചീന്തില്ലെങ്കിൽ എന്തോ പോലെ, അപ്പോൾ എനിക്ക് തിന്നാൻ അറപ്പാം. അപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ ചീന്തി. പിന്നെ ചെറുതിൻ്റെ ഒന്നും തോല് ചീന്തിയില്ലേ. അങ്ങനെ പിന്നെ ഇതാ കുറേ പ്രാവശ്യം കുറേ വട്ടം രണ്ട് മൂന്ന് വട്ടം എന്നല്ല, കുറേ പ്രാവശ്യം വെള്ളത്തിലൊക്കെ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി. പിന്നെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വരഞ്ഞിട്ട് കൊടുക്കേണ്ടത്. മീൻ നമുക്ക് കായം തേക്കണ്ടേ, പൊരിക്കുകയാണ്, കറി വയ്ക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയതൊക്കെ ചെറിയ മീനൊക്കെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ആ കണ്ണെ ചെറിയ ചെറിയ പീസാക്കി വട്ടത്തിൽ അങ്ങനെ മുറിച്ചെടുക്കുകയാണേ. ഇതാ ഇങ്ങനെ നമ്മൾ ആദ്യം നമുക്ക് കട്ടിംഗ് ബോർഡില്ല, അപ്പോൾ അമ്മിയമ്മ വെച്ചിട്ട് കഷ്ണം അങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ചെറിയ കഷ്ണമാക്കി മുറിക്കുകയാണ് കേട്ടോ. പിന്നെ അത് നമുക്ക് പൊരിക്കണം. അപ്പോൾ കുളിക്കാത്തതുകൊണ്ട് ആദ്യം നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഞാൻ മീൻ നന്നാക്കി. കാരണം നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നാക്കുമ്പോൾ ഭയങ്കര മൊത്തത്തിൽ നാശമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നായിട്ട് കായം കൂടി തേച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കായം തേക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഉള്ളി വെളുത്തുള്ളി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഇവിടെ ആർക്കും പറ്റില്ല. അതുകൊണ്ട് വെറും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങനെ നന്നായിട്ട് പുരട്ടി അങ്ങനെ വെള്ളമില്ലാതെ നല്ല കുഴച്ചിട്ട് മീനുമ്പോൾ പിടിപ്പിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊരിക്കുക. ചിലരൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജീരകം ഉലുവൊക്കെ ഇടും. പക്ഷേ അത് ഇട്ട ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇവിടെ സൈലേട്ടനോ അച്ഛനൊന്നും അങ്ങനത്തെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കൂടുതൽ മേമ്പൊടികളൊന്നും ചെയ്യാറില്ല. സിമ്പിളായിട്ട് മുളകും പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി പുരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനും.
പിന്നെ ഞാൻ മീൻ നന്നാക്കുന്ന സമയത്ത് മഴ പെയ്തായിരുന്നേ. പിന്നെ അത് ആ മഴ അങ്ങോട്ട് പോയി, പിന്നെ നല്ല വെയിൽ വന്നു. അപ്പോൾ ഞാൻ തിരുമ്പിയതൊക്കെ ഒന്ന് തോരയിടണേ. അങ്ങനെ പിന്നെ ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കൂളിലേക്ക് പോയി, അമ്മ പോയി, അച്ഛൻ പോയി, എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ച് സാവധാനം മീനൊക്കെ പൊരിക്കുമല്ലേ. അപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ മീനുമേക്ക് കായം നല്ല പിടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ ചോറും കറിയൊക്കെ വെച്ചതിൻ്റെ ശേഷം ലാസ്റ്റ് മീൻ പൊരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിത് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി വെയിലത്ത് ഇട്ടണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കൊക്കെ ചെയ്യണേ എല്ലാവരും. നമ്മളെന്നും ഇങ്ങനെ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയാണ് അങ്ങനെയൊക്കെ പറയാൻ. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓക്കെ. അപ്പം നല്ല വെയിലാണ്, നല്ല വെയിൽ എന്താ പറയുക, കുറേ ദിവസമായി നമ്മളവിടെ ഫുള്ള് മഴയായിരുന്നു. പിന്നെ അങ്ങോട്ട് മഴയൊക്കെ മാറി ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്. പക്ഷേ ഇടയ്ക്ക് ഒന്ന് ചാറിപ്പോകും കേട്ടോ മഴ. നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വരും, പിന്നെ അത് അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ച് കളിക്കുക മഴ. എങ്കിലും തുണികൾ ഉണങ്ങാനൊക്കെ ഉള്ള വെയിലിപ്പോൾ ഉണ്ടാവാറുണ്ട്. മറ്റേത് നമുക്ക് തുണികളൊന്നും ഉണങ്ങൂല. നമ്മൾ റൂമിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ റൂമിൽ അയൽ കെട്ടിയിട്ട് ഈ വെള്ളം വാർന്ന തുണികളുണ്ടല്ലോ അതങ്ങനെ അവിടെ കൊണ്ടുപോയി വിരിച്ചിടാറാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഉണക്കാറ്. പിന്നെ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മീൻ പൊരിക്കാനായിട്ട് വന്നു. ചോറും കറിയൊക്കെ വെച്ചതിൻ്റെ ശേഷമാണ് മീൻ പൊരിക്കുന്നത്. അപ്പം നമ്മൾ പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അടുക്കളയില്ലല്ലോ നമുക്ക്. അപ്പോൾ അകത്ത് ഗ്യാസിൻ്റെ അടുപ്പുണ്ട്, പക്ഷേ ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ അടുക്കള ഓപ്പൺ കിച്ചണാണേ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മൾ ഈ ഒരു പറമ്പിൽ 3 വീടാണ്. ഈ പാടത്തിൻ്റെ കരയിൽ 3 വീടാണ്. ഞങ്ങളെ വീട്, പാപ്പൻ്റെ വീട്, പിന്നെ നമ്മുടെ സജിലേച്ചി എന്ന് അറിയല്ലോ അവരെ വീട്. അപ്പോൾ ആ കക്കൂസിൻ്റെ ഡോറ് പോലെ കാണുന്നില്ലേ, അതാണ് സജിലേച്ചിയുടെ വീടിൻ്റെ ബാക്ക് വശം. അപ്പോൾ രമ്യ ചേച്ചിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇരുന്ന് പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 3 കൂട്ടരും കൂടി വർത്താനൊക്കെ പറഞ്ഞാൽ 3 കൂട്ടരെ അടുക്കള ഒരു ഭാഗത്തേക്ക് കയറട്ടെ. അപ്പോൾ നമുക്ക് ഞങ്ങൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ അവരെയും കാണാം, അവർക്ക് ഞങ്ങളെയും കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമാണ് കേട്ടോ പണിയൊക്കെ എടുക്കുക. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്യും, ഓപ്പൺ കിച്ചൺ ആയാലും ഇതാണ് ഉപകാരം എന്നൊക്കെ പറയും. അപ്പോൾ സജിലെ ചെറിയ പോടി അവിടുന്ന് ഒക്കെ ശരിയാവും, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ പറയും. പക്ഷെ ഞാനൊരു തമാശയിൽ പറയും, ഇതാണ് ഓപ്പൺ കിച്ചൺ ആയുള്ള ഉപകാരം. ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നില്ല. ഞങ്ങളോട് എന്തുണ്ടാക്കിയാലും നിങ്ങൾക്ക് കാണാൻ അറിയില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കും. സജിലേച്ചി അതിന് കുറേ ഇന്ന ചീത്ത പറയും ഞാനങ്ങനെ പറഞ്ഞേ. പക്ഷെ ഞാനൊരു തമാശയായിട്ടാണ് പറയലും. അങ്ങനെ ഇതാ വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായി വന്ന് അതിലേക്ക് നമ്മൾ ഈ മീനിട്ട് കൊടുക്കണേ. ആ മീൻ ഒരു കുറച്ച് വന്നപ്പോൾ നമ്മളങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അത് മറിച്ചിടുമ്പോൾ കാണാൻ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതിനേക്കാളും മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും മാത്രം തേച്ചിട്ട് അങ്ങനെ പൊരിച്ചാൽ ആ മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ ടേസ്റ്റാണ് കിട്ടുകയെന്ന് ഷൈലേട്ടൻ പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ, നമുക്ക് മീനിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ മാറ്റിയിട്ടൊരു ടേസ്റ്റ് വേണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിതാ മീനൊക്കെ പൊരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുറച്ചും കൂടി പൊരിക്കാനുണ്ട്. ഇത് വാരി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുത്തതും കൂടി ഇട്ട് പൊരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഇത് കഴിക്കണത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, നിങ്ങളെ കൊതിപ്പിക്കുകയല്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കുകയാണേ, നല്ല ചൂടാണ്. അങ്ങനെ ഞാനിതാ തിന്ന് നോക്കണം, ഊതിയിട്ടൊക്കെയാണ് തിന്നേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ഇഷ്ടമാവണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇഷ്ടമാവണമെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അപ്പോൾ ഞാൻ അവിടേക്ക് നോക്കി വർത്താനം പറയണത് നമ്മുടെ സജിലേച്ചി അവിടെ നിന്ന് കളിയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ബായ്, സൂപ്പർ.